ഇവിടെയുള്ള ആൾക്കാർക്ക് ഒന്നും കഴിയൂല. പാവപ്പെട്ട ടീമാണ്. വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. കാരണം ഭക്ഷണം പോലും വെക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അടുക്കളയൊക്കെ മുങ്ങി ആകെ വെള്ളത്തിലായി. ബാക്ക് ഭാഗമൊക്കെ പൊളിഞ്ഞെടുക്കുകയാണ്. കക്കൂസ് വരെ പൊളിഞ്ഞു, കുളിമുറി പൊളിഞ്ഞ്, അടുക്കള പന്തിലൊക്കെ പൊട്ടി കീറി നിൽക്കാണ്. വീടിന്റെ ബാക്കിൽ കൂടെ പെരയുടെ മേളിൽ കൂടിയാണ് ഈ വെള്ളം ചാടി വരുന്നത്. കൂടുതലായിട്ട് ഓവറായിട്ട് വരുമ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ റോഡിന് അപ്പുറത്തും കടന്നു. ഒരു 500 രൂപ കിട്ടിയ അതിന്റെ മേലക്കാണ് ചെലവുകൾ. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഹോസ്പിറ്റൽ കേസും എല്ലാ കേസും അതുകൊണ്ടാണ് നോക്കുന്നത്. കൊല്ലം ഇതേമായി തന്നെ കടന്നു വരുന്നത്. അത്രേ കാലം നമ്മൾ കല്ലിടാൻ പറയുന്നു. നമസ്കാരം. കനത്ത മഴയെ തുടർന്ന് വളരെ ശക്തമായ കടൽക്ഷോഭമാണ് കോഴിക്കോടിന്റെയും മറ്റും തീരപ്രദേശങ്ങളിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ വലിയ ദുരിതത്തിലാണ്. വീടുകൾക്ക് മേലിലൂടെ തിരകൾ വന്നടിക്കുന്ന ഒരു കാഴ്ച വരെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ചാലിയം എന്ന് പറയുന്ന പ്രദേശത്താണ്. ഈ ചാലിയം പ്രദേശത്ത് വളരെ ശക്തമായ കടലാക്രമണമാണ് ഓരോ വീട്ടുകാരും നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ വിഷമത്തോടു കൂടി ആളുകൾ പറയുന്നത്. സാധാരണ നഗരത്തിന്റെയും മറ്റു ഭാഗങ്ങളിലെല്ലാം മഴ പെയ്തത് കാരണമുള്ള വെള്ളമാണ് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതെങ്കിൽ ഇവിടെ വളരെ രൂക്ഷമായ കടലാക്രമണം മൂലം തങ്ങളുടെ വീടുകൾ തന്നെ തകർന്നു പോകുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ വിഷമത്തോടു കൂടി ഈ പ്രദേശത്തെ ഉമ്മമാരും ചേട്ടന്മാരും എല്ലാം നമ്മളോട് പറയുന്നത്. ഇവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ കടൽ ഭിത്തികൾ നിർമ്മിച്ചത് കൊണ്ടായില്ല, മറിച്ച് പുളിമൂടുകൾ നിർമ്മിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ കടല് ഒന്ന് മുറിഞ്ഞു കിട്ടുകയും അതനുസരിച്ച് ഈ തിരകൾ വന്ന് അടിക്കുന്നതിന്റെ ശക്തി ഒന്ന് കുറയുകയും ചെയ്യും. വർഷങ്ങളായി തങ്ങൾ അധികാരികളോട് ഈ കാര്യം പറയുന്നുണ്ട്. എന്നാൽ പോലും അധികാരികൾ ആരും തന്നെ തങ്ങളുടെ ആവശ്യം പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ വിഷമത്തോടു കൂടി ഇവർ പറയുന്ന ഒരു കാര്യം. നീട്ടിയാൽ ഒരു 50-100 മീറ്റർ കടൽ ഭിത്തിയും നീട്ടാം. ഏത് പുൾമോട്ട് പോലെ നീട്ടിയാൽ ഈ വീട്ടുകാർക്ക് ഒരു ആശ്വാസം കിട്ടും. അല്ലെങ്കിൽ 10 ലക്ഷം റുപ്യ സർക്കാർ കൊടുക്കണം. 10 ലക്ഷം റുപ്യ നമ്മൾ വാങ്ങി കേക്ക് ഭാഗത്ത് പോയി വീട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്താക്കണം, അതിന്റെ ഇരട്ടി ഞങ്ങൾ കൂട്ടേണ്ടി വരും. കടം വാങ്ങിയിട്ട് നമ്മൾ കൂട്ടേണ്ടി. ഇവിടെയുള്ള ആൾക്കാർക്ക് ഒന്നും കഴിയൂല. പാവപ്പെട്ട ടീമാണ്. ഇപ്പം കിട്ടിയ ഒരു 500 രൂപ കിട്ടിയ അതിന്റെ മേലക്കാണ് ചെലവുകൾ. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഹോസ്പിറ്റൽ കേസും എല്ലാ കേസും അതുകൊണ്ടാണ് നോക്കുന്നത്. എന്താ ചെയ്യാ, നിങ്ങളൊന്ന് പറഞ്ഞു. നമുക്ക് ഇതേമാതിരി പുളിമൂട്ട നീട്ടി തന്നിക്കാണ് വലിയ കോണേ. ഇങ്ങനെ ഇട്ടുമ്പോ കല്ല് താന്ന് പോവുക. പിന്നെ കുറെ കഴിയുമ്പോ കല്ല് പിന്നെ ഇടുക. അപ്പൊ ഇതേമാതിരി നമ്മൾ അനുഭവിച്ച് ചെയ്യുക. നമ്മളെ ബാക്ക് ഭാഗമൊക്കെ പൊളിഞ്ഞെടുക്കുകയാണ്. കക്കൂസ് വരെ പൊളിഞ്ഞു, കുളിമുറി പൊളിഞ്ഞ്, അടുക്കള പന്തിലൊക്കെ പൊട്ടി കീറി നിൽക്കാണ്. തിരടിച്ചിട്ട് ബാക്കിൽ ഉള്ളിക്ക് പോകാൻ പേടിയപ്പോ അതാ നിൽക്കുന്നത്. എന്താ നമ്മൾ ചെയ്യുക? കുറെ കാലം നമ്മൾ കാലിടാനാ പറയുന്നത്. കല്ലിട്ടിട്ട് കല്ല് കൊണ്ടേ ഇടുന്നുണ്ട്. അങ്ങനെ ഒരു ഇടുക നമുക്ക് പറയാൻ പറ്റൂല. കൊല്ലം ഇതേമായി തന്നെ കടന്നു വരുന്നത്. അത്രേ കാലം നമ്മൾ കല്ലിടാൻ പറയുന്നു. ഇപ്പൊ കല്ല് കൊണ്ടേ ഇടുന്നുണ്ട്. ഒരു ഇതേമാതിരി ഇടാനാണ് പറയുന്നത്. എല്ലാരും പറയും കാല് നീട്ടിയാൽ പുളിമൂട്ടന്റെ അടുത്ത മാതിരി കടല് കുറച്ച് ശോഭം കുറയുന്ന പറയുന്നത്. ഇപ്പൊ വളരെ രൂക്ഷമായ കടലാക്രമണ ഭീഷണിയാണ്. അതെ, കൂടുതലായിട്ടാണ് ഇപ്പൊ കടൽ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. കാരണം ഭക്ഷണം പോലും വെക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അടുക്കളയൊക്കെ മുങ്ങി ആകെ വെള്ളത്തിലായി. ഈ മക്കളെ കൊണ്ട് ഇനി എങ്ങോട്ട് പോകണമെന്നുള്ളൊരു വൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. കാരണം അതിനുള്ള ഭാരവാഹികളൊന്നും ഇവിടെ കാലത്തൊരു മെമ്പർ വന്നായിരുന്നു. അവരേതൊക്കെ പറഞ്ഞിട്ട് പോയി, എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ഈ സമയം കഴിയും തോറും ഈ കടല് ഒരുപാടായിട്ട് തന്നെ കയറി വരുന്നു. അപ്പൊ പെര ഒരു ഭാഗം, അടുക്കളയുടെ ഒരു ഭാഗം മൊത്തം വെള്ളത്തിലായി. ഭക്ഷണം എടുത്ത് വെച്ച ഭക്ഷണം എടുത്ത് മേളിൽ കയറ്റി വെക്കേണ്ട. അപ്പൊ ഇതിന് അർഹതപ്പെട്ടവര് ഞങ്ങളെ സഹായിക്കണം. കാരണം ഞങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണ് ഈ ലൈനിൽ താമസിക്കുന്ന കംപ്ലീറ്റ് ആൾക്കാർ. കാരണം ഇവിടുന്ന് അങ്ങോട്ടും ഒരുപാട് ആൾക്കാരാണ് ഇതേ അവസ്ഥയിൽ. വീടിന്റെ ബാക്കിൽ കൂടെ പെരയുടെ മേളിൽ കൂടിയാണ് ഈ വെള്ളം ചാടി വരുന്നത്. കൂടുതലായിട്ട് ഓവറായിട്ട് വരുമ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ റോഡിന് അപ്പുറത്തും കടന്നു വെള്ളം മേളിൽ കൂടെ ചാടി വരും. അപ്പൊ ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മെമ്പർമാരും ഇവിടുത്തെ ഭാരവാഹികളും എല്ലാവരും ചേർന്ന് എന്തെങ്കിലും ഒരു നടപടി ഞങ്ങൾക്ക് വേണ്ടി സ്വീകരിക്കണം. കാരണം ഈ വെള്ളത്തിലാണ് ഞങ്ങളിപ്പോ കഴിയുന്നത്. ഒരു വല്ലാത്ത അവസ്ഥയായിരിക്കും അല്ലേ? വല്ലാത്ത അവസ്ഥ. വിഷയത്തെ വരിയെന്ന് നമ്മള് പറയാം. ഞങ്ങളെ അവസ്ഥ നമുക്കൊക്കെ പറയണ്ടേ? വരി ചെറിയ പൈതമക്കളായിട്ട് ഞങ്ങൾ ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഇല്ല. കൊലായിഷ്ടപ്പമ്മലാണ് ഞങ്ങളെ മക്കളായിട്ട് നിൽക്കുന്നത്.